ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ചെന്നൈയിൽ നിർവഹിക്കും. ആകാശവാണി ദൂരദർശൻ പ്രക്ഷേപണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനുള്ള 250 കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് വിജയകരമായി പര്യടനം തുടരുന്നു. കേന്ദ്രത്തിനെതിരായി സംസ്ഥാന സർക്കാർ ഡൽഹിയിൽ നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. മകരവിളക്ക് മഹോത്സവത്തിനായി തുറന്ന ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ അടയ്ക്കും. ഭക്തർക്ക് നാളെ വരെയാണ് ദർശനത്തിന് സൌകര്യം. വാർത്തകൾ വിശദമായി. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിൽ അല്പസമയത്തിനകം നിർവഹിക്കും. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇപ്പോൾ പുരോഗമിക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവി, മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ, കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ, കേന്ദ്ര സഹമന്ത്രി എൽ. മുരുകൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. ചെന്നൈ, മധുര, ട്രിച്ചി, കോയമ്പത്തൂർ എന്നീ നഗരങ്ങളിലെ 15 വേദികളിലായി ഈ മാസം 31 വരെയാണ് യൂത്ത് ഗെയിംസ് നടക്കുന്നത്. 26 ഇനങ്ങളിലായി 5600 കായിക താരങ്ങൾ മേളയിൽ മാറ്റുരയ്ക്കും. ഫുട്ബോൾ, ബാഡ്മിന്റൺ, വോളിബോൾ എന്നിവയ്ക്ക് പുറമെ കളരിപ്പയറ്റ്, യോഗാസനം, സിലമ്പം തുടങ്ങിയ പാരമ്പര്യ കായിക ഇനങ്ങളും ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകാശവാണി ദൂരദർശൻ പ്രക്ഷേപണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനുള്ള 250 കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിക്കും. നവീകരിച്ച DD തമിഴ് ചാനൽ, FM പ്രോജക്ടുകൾ, ട്രാൻസ്മിറ്ററുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 3 ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തിയ പ്രധാനമന്ത്രിക്ക് ചെന്നൈയിലെ നഗരവീഥികളിൽ ജനങ്ങൾ ആവേശകരമായ വരവേൽപ്പ് നൽകി. ആഗോള ശരാശരിയേക്കാൾ 3 ഇരട്ടി വനിതാ പൈലറ്റുമാർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗളൂരുവിൽ പുതിയ ബോയിംഗ് ക്യാമ്പസിന്റെയും ബോയിംഗ് സുകന്യ പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലോകത്തെ 3ാമത്തെ വലിയ ആഭ്യന്തര വ്യോമയാന വിപണിയായി ഇന്ത്യ മാറിയതായും കഴിഞ്ഞ 9 വർഷത്തിനിടെ വ്യോമയാത്രികരുടെ എണ്ണം ഇരട്ടിയായതായും അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു. വിമാനത്താവളങ്ങളുടെ എണ്ണം 2014 70 ആയിരുന്നത് ഇപ്പോൾ 150 നിൽക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മഹാരാഷ്ട്രയിൽ ഇന്ന് വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ശേഷമാണ് ശ്രീ നരേന്ദ്രമോദി കർണാടകയിൽ എത്തിയത്. കേന്ദ്ര പദ്ധതികൾ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് വിജയകരമായി പര്യടനം തുടരുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് കരിക്കകം, ചാക്ക എന്നിവിടങ്ങളിലാണ് പര്യടനം നടന്നത്. ആലപ്പുഴ ജില്ലയിൽ ആര്യാട് ഗ്രാമപഞ്ചായത്തിലും പാതിരാപ്പള്ളിയിലുമായിരുന്നു യാത്ര. കോട്ടയം ജില്ലയിലെ നഗരമേഖലയിൽ പര്യടനം പാലായിൽ മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം ഈരാറ്റുപേട്ടയിലും വികസിത് ഭാരത് സങ്കൽപ് യാത്ര പര്യടനം നടത്തി. തൃശൂർ ജില്ലയിലെ നഗരമേഖലകളിലൂടെയുള്ള പര്യടനത്തിന് ഇന്ന് ചാവക്കാട് നഗരസഭയിൽ സ്വീകരണം നൽകി. ഇടുക്കിയിൽ ഇന്ന് പുറപ്പുഴ, ഇടവെട്ടി പഞ്ചായത്തുകളിലായിരുന്നു സങ്കൽപ് യാത്ര. മലപ്പുറത്ത് തവനൂർ, കാലടി പഞ്ചായത്തുകളിൽ നടന്ന യാത്ര രാജ്യസഭ MP ഭുവനേശ്വർ കലിത ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മാതൃരാജ്യത്തിനായി അമൂല്യമായ സംഭാവനകൾ നൽകിയവരെ ആദരിക്കുന്നതിനായി തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. സമാനതകളില്ലാത്ത ത്യാഗവും സംഭാവനകളും രാജ്യത്തിന് നൽകിയ വിരമിച്ച സൈനികരെയും അർപ്പണബോധത്തോടെ രാജ്യത്തെ സേവിക്കുന്ന സൈനികരെയും ജീവിച്ചിരിക്കുന്ന ഇതിഹാസങ്ങളായ വീർ നാരികളെയും ചടങ്ങിൽ ആദരിച്ചു. രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒരു സൈനികന്റെ ധൈര്യവും മനക്കരുത്തും അവരുടെ കുടുംബത്തിന്റെ പിന്തുണയിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന് ഗവർണർ ചടങ്ങിൽ പറഞ്ഞു. കേന്ദ്രത്തിനെതിരായി സംസ്ഥാന സർക്കാർ ഡൽഹിയിൽ നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. സംസ്ഥാനത്തെ ധനപ്രതിസന്ധിയുടെ നിരവധി കാരണങ്ങളിൽ ഒന്നു മാത്രമാണ് കേന്ദ്ര അവഗണന എന്ന് കത്തിൽ പറയുന്നു. നികുതി ഭരണത്തിലെ കെടുകാര്യസ്ഥത ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ പ്രതിപക്ഷത്തെ ചർച്ചയ്ക്ക് വിളിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യം ഉണ്ടെന്ന് UDF സംശയിക്കുന്നതായും കത്തിൽ പറയുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ വിമർശനവുമായി കേന്ദ്ര സഹമന്ത്രി വി. മുരളീധരൻ എക്സാലോജിക് വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം നടത്താൻ കർണാടക സർക്കാരിനോട് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് കേന്ദ്രമന്ത്രി ചോദിച്ചു. മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനുമിടയിൽ അന്തർധാര നിലനിൽക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. കേന്ദ്രത്തിനെതിരെ ഇടതുമുന്നണി നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കില്ലെന്ന തീരുമാനത്തിലൂടെ ജനങ്ങൾക്കൊപ്പം നിൽക്കാനാവില്ലെന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എക്സാലോജിക്കിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ പ്രതിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് തിരുവനന്തപുരത്ത്
വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇലക്ട്രിക് ബസ് ഗുണകരമാണെങ്കിൽ സംസ്ഥാനത്ത് ഓടിക്കുമെന്നും ശ്രീ എം വി ഗോവിന്ദൻ പ്രതികരിച്ചു. മന്ത്രിയല്ല, മന്ത്രിസഭയാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മകരവിളക്ക് മഹോത്സവത്തിനായി തുറന്ന ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ അടയ്ക്കും. നാളെ രാത്രി 10 മണി വരെയാണ് ഭക്തർക്ക് ദർശനത്തിനുള്ള സൌകര്യം ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. മണ്ഡല മകരവിളക്ക് കാല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ശബരിമല ക്ഷേത്രനട 21 രാവിലെ 6 ശേഷം അടയ്ക്കും. എന്നാൽ തീർത്ഥാടകർക്ക് നാളെ രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കും വരെ മാത്രമാണ് ദർശനം നടത്താനാവുക. ഇന്ന് രാത്രി 9 അത്താഴപൂജയ്ക്ക് ശേഷം മണിമണ്ഡപത്തിൽ നിന്ന് ശരംകുത്തിയിലേക്കാണ് അയ്യപ്പസ്വാമിയുടെ എഴുന്നള്ളത്ത് നടക്കുക. ശബരിമല മകരവിളക്ക് മഹോത്സവത്തിലെ ഉത്സവ ചടങ്ങുകൾ 5ാം ദിവസമായ ഇന്നോടെ പൂർത്തിയാകും. 21 രാവിലെ 6 ആചാരപരമായി പന്തളം രാജപ്രതിനിധി മാത്രമാണ് ദർശനമുള്ളത്. ശേഷം തിരുവാഭരണ സംഘം പന്തളത്തേക്ക് മടങ്ങുന്നതോടെ നടയടയ്ക്കും. അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസിലിക്കയിലെ തിരുനാളിനോടനുബന്ധിച്ച് നാളെ ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. പൊതുപരീക്ഷകൾ, ഇന്റർവ്യൂ എന്നിവ മുൻ നിശ്ചയപ്രകാരം നടത്തും. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. ഈ മാസം 22 നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. അയോധ്യയിലെ താൽക്കാലിക രാമക്ഷേത്രത്തിൽ പൊതുജനങ്ങൾക്ക് ഇന്നുവരെയാണ് ദർശനം അനുവദിച്ചിരിക്കുന്നത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള ഓണവില്ലുകൾ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കൈമാറി. ജനുവരി 22 അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ, പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ, തിരുവനന്തപുരത്തെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് എന്നിവ ഉച്ചയ്ക്ക് 2:30 വരെ പ്രവർത്തിക്കില്ല. അന്നേ ദിവസം 2:30 വരെ ബുക്ക് ചെയ്ത അപ്പോയിന്റ്മെന്റുകൾ അപേക്ഷകർ പുനഃക്രമീകരിക്കുകയും പിന്നീടുള്ള തീയതികളിൽ സേവാ കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും വേണം. കോഴിക്കോട് കൂളിമാട് എരിഞ്ഞമാവ് റോഡ് നവീകരണത്തിൽ ആവശ്യമായ ക്ലീനിംഗ് നടത്താതെ ടാർ ചെയ്തതാണ് റോഡ് പണി കഴിഞ്ഞ ഉടനെ തകരാൻ കാരണമെന്ന് വിജിലൻസ് റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീഴ്ച വരുത്തിയ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കാൻ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉത്തരവിട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ചെന്നൈയിൽ നിർവഹിക്കും. ആകാശവാണി, ദൂരദർശൻ പ്രക്ഷേപണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനുള്ള 250 കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് വിജയകരമായി പര്യടനം തുടരുന്നു. കേന്ദ്രത്തിനെതിരായി സംസ്ഥാന സർക്കാർ ഡൽഹിയിൽ നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. മകരവിളക്ക് മഹോത്സവത്തിനായി തുറന്ന ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ അടയ്ക്കും. ഭക്തർക്ക് നാളെ വരെയാണ് ദർശനത്തിന് സൌകര്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.